ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തടി കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തടി കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തടി കുറയില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് തടി കുറയും. പിന്നെ നമ്മുടെ ഹെൽത്തിന് ഇത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഷുഗർ ഇൻടേക്ക് അത് അവസാനിപ്പിക്കണം, പക്ഷേ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പം അത് കുറച്ച് കൊണ്ടുവരണം. അപ്പം അതെങ്ങനെ കുറച്ച് കൊണ്ടുവരാം? ദിവസം ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ കോഫിയിൽ അല്ലെങ്കിൽ ടീയിൽ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യാറുള്ളതെങ്കിൽ അത് 1/2 ടീസ്പൂൺ ആക്കുക. അല്ലെങ്കിൽ 2-3 ദിവസം ഇങ്ങനെ അത് 1/4 ടീസ്പൂൺ ആക്കുക. അങ്ങനെ ആ പഞ്ചസാര ആഡ് ചെയ്യുന്ന ശീലം തന്നെ നിങ്ങൾ ദിവസങ്ങളെടുത്ത് അവസാനിപ്പിക്കുക. പിന്നെ ചായ കുടിക്കുന്ന ശീലം അതും ദിവസങ്ങളെടുത്ത് ആ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ശീലം അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദിവസം എന്തെങ്കിലും ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ആ ശീലം അവസാനിപ്പിക്കുക. അങ്ങനെ ഷുഗർ കഴിക്കുന്ന ശീലം അവസാനിപ്പിക്കുക. പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇപ്പോൾ ചോറ് കഴിക്കാൻ പറ്റുമോ? അതിലെ കാർബ്സ് ഷുഗറായിട്ട് കൺവേർട്ട് ആവുന്നുണ്ടല്ലോ. ചോറ് നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ എൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ചോറിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തിയിലൊക്കെ കാർബ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ എണ്ണം ഒരു 2-3 ചപ്പാത്തി അല്ലെങ്കിൽ കൂടുതൽ ചപ്പാത്തി കഴിക്കരുത്. കാർബ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്ന് പറയില്ല, കാരണം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പക്ഷേ എൻ്റെ അളവ് കുറയ്ക്കുക. പകരം ഇങ്ങനെയുള്ള ഷുഗർ ആഡ് ചെയ്തുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നടത്താൻ സാധിക്കില്ല, നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ഷുഗർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവസാനിപ്പിക്കുക. പകരം ഈ ചോറ് ചപ്പാത്തി അതൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു. ബൈ.